ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനിത് കുറച്ച് കൂന്തൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഈ ഒരു വൈറലും ട്രെൻഡിങ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി ഇല്ലേ, അതൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന്. അങ്ങനെ ഇതിപ്പോൾ ഒരു അരക്കിലോളം കൂന്തലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇതുപോലെ ഒരു സ്പൂണൊക്കെ വെച്ച് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ കൂന്തലാണെങ്കിൽ നമ്മൾ വിരലിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് വെക്കാൻ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളിയും, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ തലയും അതിൻ്റെ പുറത്തുള്ളൊരു ചെറിയൊരു ചിറകുള്ള ഭാഗമില്ലേ, അതൊക്കെ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട്, അതൊന്ന് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു പാൻ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് തേങ്ങ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പി ചെയ്യുമ്പോൾ നമ്മൾ തേങ്ങ എണ്ണ തന്നെ എടുക്കാൻ നോക്കണം, അതിലാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ ആ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയിൽ ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്, അപ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കാം. അങ്ങനെ ഇതിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരു എണ്ണയിൽ. അപ്പോൾ ഇതിൽ മസാലക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഫില്ലിങ്സിന് വേണ്ട ഉള്ളിയൊക്കെ എടുത്താൽ മതി. ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മസാലേൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ 1/2 കിലോ കൂന്തലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇത്രയും മസാലേൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ കുറച്ച് മസാല കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് മസാലപ്പൊടിയാണ്. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ ഓരോ ടീസ്പൂൺ ഫുള്ളായിട്ട് മുളക് പൊടിയും അതുപോലെ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നുള്ളത് കുറച്ച് ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഇതുപോലെ ഒന്ന് അതിൻ്റെ ആ ഒരു റോസ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു ഫില്ലിങ്സ് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇത് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ആ ഒരു തലയുടെ ഭാഗം, ആ ചിറകിൻ്റെ ഭാഗമൊക്കെ ഇല്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഫില്ലിങ്സിലാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്നുള്ളത്. ഇനി മസാലയിൽ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ ചിരകിയ തേങ്ങ ഒരു 1/2 കപ്പോളം തേങ്ങ ഞാനിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് കൂന്തലൊക്കെ വെന്തിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പം എല്ലാം റെഡിയായി, മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റായി കിട്ടിയിട്ടുണ്ട്, അതിൽ വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നല്ലോണം തണിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ നല്ലോണം ഈ മസാല തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഓരോ കൂന്തലായി എടുത്ത് നമുക്കിതിലേക്ക് ഫില്ല് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയ കൂന്തലായതുകൊണ്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു ചെറിയ സ്പൂണ് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ചെറിയ സ്പൂണ് ഇതുപോലെ എടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയായി കിട്ടും. ഈ കൂന്തൽ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാനും അതുപോലെ തന്നെ കൂന്തൽ ക്ലീൻ ചെയ്തെടുക്കാനാണ് കുറച്ച് പണിയുള്ളത്. ബാക്കി എല്ലാ പണികളും കുറച്ച് ഈസിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി എല്ലാ റെസിപ്പീസിലും സിമ്പിൾ റെസിപ്പിയാണെന്ന് പറയാറ്. പക്ഷേ ഈ ഒരു റെസിപ്പി കുറച്ച് പണിയുള്ളൊരു റെസിപ്പിയാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ ഒരു വിരൽ സപ്പോർട്ടായി ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കിതിൻ്റെ അകത്ത് ഇതിങ്ങനെ ഫില്ലിങ്സ് വെച്ച് നിറച്ച് കൊടുക്കാം. പക്ഷേ ഇത് നിറക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഫുള്ളായിട്ട് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാൻ പാടില്ല. ഒരു 1/4 ഭാഗത്തോളം മാത്രമേ നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഡബിൾ സൈസായി വരും. ആ സമയത്ത് ഒരുപാട് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു 1/4 ഭാഗം മാത്രം നമ്മൾ വെച്ച് കൊടുക്കാം.
ദാ ഇത്രയും മതി. ഇനി ഇതിൻ്റെ അകത്തെല്ലാം ഒന്ന് ഇതുപോലെ കൈവച്ച് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ താഴ്ഭാഗത്തൊന്നും അങ്ങനെ ഫില്ലിങ്സ് എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കൈവച്ച് വേണം നമ്മൾ സെറ്റാക്കി എടുക്കാൻ. അതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഹോൾസ് ഉണ്ടാവാതെ നോക്കണം, ഇല്ലെങ്കിൽ ഫില്ലിങ്സ് ഒക്കെ അടിഭാഗത്തൂടെ പുറത്തേക്ക് വരും. അങ്ങനെ ഇതാ ഫില്ലിങ്സ് ഒക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. കാരണം ഫില്ലിങ്സ് ഒന്നും പുറത്ത് വരാൻ പാടില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇതിൻ്റെ കൂന്തലിൻ്റെ തല ഇതുപോലെ ഒന്നിച്ച് വെച്ച് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ്. കാരണം ഇപ്പോൾ കുട്ടികൾ അതിൻ്റെ തല കണ്ടാൽ അങ്ങനെ കഴിക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മസാല ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാ കൂന്തലും ഞാനിതുപോലെ നിറച്ച് അതിൽ ഇതുപോലെ ടൂത്ത് പിക്കൊക്കെ വെച്ച് നല്ലോണം ഇതുപോലെ ക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഇതുപോലെ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്ത് ഇതിപ്പോൾ സ്റ്റീം ആവാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൂന്തൽ ഇതുപോലെ മസാല നിറച്ചെടുത്ത ഈ കൂന്തൽ ഇതുപോലെ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൂന്തൽ റെസിപ്പിക്ക് നമ്മൾ എന്തായാലും വലിയ കൂന്തൽ എടുക്കാൻ പാടില്ല, ചെറിയ കൂന്തൽ നോക്കി വേണം എടുക്കാൻ, അതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷെ ഞാനെടുത്തത് കുറച്ചും കൂടി ചെറുതായിപ്പോയി, കാരണം ഇത് സ്റ്റീം ചെയ്ത് വന്നപ്പോഴേക്കും ഇതിൻ്റെ സൈസൊക്കെ നല്ലോണം ചെറുതായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചെറിയ കൂന്തൽ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് സ്റ്റീമായി കിട്ടും. ഓവറായിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ പാടില്ല, അപ്പോൾ കൂന്തൽ ഹാർഡായി പോവും. അതുകൊണ്ട് പെട്ടെന്ന് നമ്മളിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കണം. ഇനി ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായി ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. ഇത് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. കാരണം അരിപ്പൊടി ചേർത്തില്ലെങ്കിൽ നമുക്കിത് കോട്ടിങ്ങൊക്കെ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു പേസ്റ്റാക്കി എടുക്കുക, നല്ലോണം മിക്സ് ചെയ്ത്. ഈ ഒരു തിക്നെസ്സിൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത് നമ്മൾ കൂന്തൽ ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഇതിലെല്ലായിടത്തും മസാല ആകുന്ന വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് വെക്കുകയാണെങ്കിൽ ഇതിലേക്ക് ആ പുറത്ത് ഭാഗത്തേക്കൊക്കെ ഈ ഒരു മസാല നല്ലോണം പിടിച്ചിട്ടും അതിന് ശേഷം മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ 1 കിലോ കൂന്തൽ സ്റ്റീം ചെയ്ത് ഫില്ലൊക്കെ വെച്ച് സ്റ്റീം ചെയ്തെടുത്തിട്ടാകുമ്പോൾ ആകെ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു 1 കിലോ കൂന്തലൊക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ കുറച്ചും കൂടി കഴിക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചധികം കൂന്തൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. അങ്ങനെ ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണം ആ കൂന്തലിലേക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുത്തെന്ന് മാത്രം. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി ആ കൂന്തൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിൽ നിന്നിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടച്ച് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കുറച്ച് സമയത്തിന് ശേഷം തുറന്നത് ഇതുപോലെ മറ്റേ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്ന് അടച്ച് വെച്ച് ഫ്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇത് ഒരുപാട് സമയമിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരുപാട് സമയം നമ്മൾ ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ഹാർഡായി പോകും. കൂന്തൽ നമുക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല. ഇനി ഇതൊന്ന് 2 മിനിറ്റ് അടച്ചു വെച്ചാൽ നമ്മൾ കൂന്തൽ ഫ്രൈ റെഡിയായി. അപ്പോൾ 2 സൈഡ് ഒരുപോലെ ഇതിപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് അറിയിക്കാം. അതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അങ്ങനെ ഇതാ കൂന്തൽ ഫ്രൈ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇത്രയും ട്രെൻഡിങ് ആയ ഈ ഒരു റെസിപ്പി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ വലിയ അത്ഭുതം എന്ന് പറയാനൊക്കത്തെ ഒരു ഇതൊന്നായിട്ട് തോന്നിയിട്ടില്ല. ഇതിനേക്കാളും ഒരുപാട് നല്ല സ്നാക്സൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.